റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ഫേസ്ബുക്കിലൂടെ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. വെലോഹർ ഹാക്ക് എന്ന അക്കൗണ്ട് വഴി വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവ ഹാക്ക് ചെയ്യാൻ പ്രതിമാസം 549 രൂപയാണ് ഈടാക്കുന്നത്. QR കോഡ് വഴി പണം കൈപ്പറ്റിയതിനു ശേഷം ഈ തട്ടിപ്പ് സംഘം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് മുങ്ങുകയാണ് പതിവ്. ചെറിയ തുകയായതിനാൽ മിക്കവരും പരാതിപ്പെടാത്തത് തട്ടിപ്പ് തുടരാൻ അവസരമൊരുക്കുന്നുണ്ട്. ഷഹദ് റഹ്മാൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദ്, 549 അത് ശരിയാണ്, ചെറുതാണ്. പക്ഷെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് അത് ചെറുത്. ഈ തട്ടിപ്പ് സംഘം പറ്റിക്കുന്നത് 100, 1000, 10,000 പേരെയാണ്. അങ്ങനെ വരുമ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനോ സൈബർ സെല്ലിനോ ലഭിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ മലയാളികൾ എത്ര തന്നെ വാർത്തകൾ കണ്ടാലും കേട്ടാലും അല്ലെങ്കിൽ അനുഭവത്തിലൂടെ അറിഞ്ഞാലും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ പറ്റിക്കപ്പെടുന്ന സംഘത്തിന് മുന്നിൽ ചെന്നുപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം നിരന്തരം ഈ സോഷ്യൽ മീഡിയ വഴി ആളുകൾ പറ്റിക്കുന്ന വാർത്തകൾ നിരന്തരം വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വീണ്ടും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിന് മുന്നിൽ ചെന്ന് പെടുകയാണ് മലയാളികൾ എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് നൽകാം എന്ന പറയുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നത്. ആ പരസ്യത്തിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഒരു 543 രൂപ അയച്ചു നൽകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അക്കൗണ്ടുകൾ അത് ഹാക്ക് ചെയ്ത് നൽകാം എന്നുള്ളതാണ് പറയുന്നത്. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതുപോലെ തന്നെ ടെലഗ്രാം ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളുടെ രഹസ്യങ്ങൾ, അതായത് മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകാം എന്നതാണ് ഇവർ നൽകുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം കേട്ട് നമ്മൾ ഈ പണം അടച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു QR കോഡ് അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തരും. അതിൽ പണം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർ നിങ്ങളുടെ അക്കൗണ്ടുകൾ അത് ബ്ലോക്ക് ചെയ്ത് മടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ നമ്പറിൽ നമുക്ക് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് ഈ പറ്റിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇതിനു മുൻപ് പലതരത്തിലുള്ള, അത് മ്യൂൾ ആപ്പ് തട്ടിപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പരസ്യങ്ങൾ, വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ പറ്റിക്കുന്ന പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പരസ്യം നൽകുകയും ആ പരസ്യത്തിൽ കാണുന്ന നമ്പറിൽ ആളുകൾ ബന്ധപ്പെടുകയും പിന്നീട് ആ പണവുമായി വലിയൊരു സംഘം കടന്നു കളയുന്നത്. ഇത് 1 കേസോ 2 കേസോ 3 കേസോ അല്ല, സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ലീഗലല്ല, ഇല്ലീഗലാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ പണം പോവും, ഒപ്പം തന്നെ മാനവും പോകും എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഏവർക്കും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. യെസ് ഷഹദ്.